എല്ലാവർക്കും നമസ്കാരം. ഹെപ്പറ്റൈറ്റിസ് അഥവാ കരൾ വീക്കത്തിനെ കുറിച്ച് നോക്കാം. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നുണ്ട്, ലോകത്തിൽ ഏറ്റവും അധികം വ്യാപിച്ചിരിക്കുന്ന രണ്ടാമത്തെ പകർച്ചവ്യാധിയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്, അതായത് കരൾ വീക്കം. 10 ലക്ഷത്തോളം ആളുകൾ ഇതിന്റെ പേരിൽ മരണപ്പെടുന്നുണ്ട്. ജൂലൈ 28 ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ആദ്യം മെയ് 19 ആയിരുന്നു, പിന്നീട് ഇത് മാറ്റിയിട്ട് ജൂലൈ 28ലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദിവസം വരെ ലോകാരോഗ്യ സംഘടന ആചരിക്കുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷണമാണ് ശക്തമായിട്ടുള്ള പനി, ഛർദി, മൂത്രത്തിൽ ഇരുണ്ട അവസ്ഥ, അതായത് സന്ധികളിലൊക്കെ വേദന, ഛർദി, ഇങ്ങനെ പല രോഗലക്ഷണത്തോടു കൂടിയാണ് ഇതിന് കാണാൻ വേണ്ടി പറ്റുക. ലിവറിൽ ഉണ്ടാക്കുന്നതാണ് ബില്ലിറൂബിൻ എന്നുള്ള രാസവസ്തു. ചുവന്ന രക്താണുക്കളിലെ വേസ്റ്റ് ഉൽപാദനമാണ് ബില്ലിറൂബിൻ എന്ന് പറയുന്നത്. ഇത് കൊഴുപ്പിനെ നിയന്ത്രിക്കുന്നു. മലത്തിൽ മഞ്ഞ നിറം ഉണ്ടാകുന്നത് ഈ ബില്ലിറൂബിൻ കൊണ്ടാണ്. കരളിന് ബില്ലിറൂബിൻ പ്രയാസം ഉണ്ടാവില്ല, പക്ഷേങ്കിൽ ഈ ബില്ലിറൂബിനെ പിത്താശയത്തിലേക്കും കുടലിലേക്ക് തള്ളിവിടാൻ വേണ്ടിയിട്ട് ഒരു എഫോർട്ട് എടുക്കേണ്ടി വരും. അപ്പൊ ഈ കരളിന് ഈ രോഗാവസ്ഥ വരുമ്പോഴത്തേക്ക് ബില്ലിറൂബിനെ തള്ളിവിടാൻ പറ്റാത്തൊരവസ്ഥയുള്ളത് കൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും, കരളിൽ തന്നെ സ്റ്റോർ ചെയ്തിട്ട് ഇത് രക്തത്തിലേക്ക് കലരുകയും അതുകൊണ്ട് ശരീര മാസകലം മഞ്ഞ, കണ്ണൊക്കെ മഞ്ഞ കളറാവുകയും ശരീരം മുഴുവൻ മഞ്ഞ കളറാവുകയും നഖത്തിനൊക്കെ മഞ്ഞ കളർ വരികയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പിത്തസഞ്ചിയിലേക്ക് വരുമ്പോൾ ഇത് ബൈൽ എന്നാണ് അറിയപ്പെടുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഡി, ഹെപ്പറ്റൈറ്റിസ് ഇ, ഇങ്ങനെ 5 തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് ആണ് പറയപ്പെടുന്നത്. ഇതിൽ എയും ഇയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലിനമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും കഴിക്കുന്നതിലൂടെയാണ് ശരീരത്തിലുണ്ടാകുന്നത് എന്ന് പറയപ്പെടുന്നു. ബിയും സിയും രക്തം ദാനം ചെയ്യുന്നതിലൂടെ, സെക്ഷൽ റിലേഷൻഷിപ്പുകളിലൂടെ, പ്രസവത്തിന്റെ ടൈമിന് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ് ബിയും സിയും എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ഡി ബിയുടെ കൂടെ ഉണ്ടാകുന്ന ഒരു ഹെപ്പറ്റൈറ്റിസ് രോഗമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെ അമിതമായിട്ടുള്ള മദ്യപാനം, അല്ലെങ്കിൽ രാസവസ്തുക്കൾ, കെമിക്കൽസ് നിറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്, രാസവസ്തുക്കളുടെ ഉപയോഗം, രാസമരുന്നുകളുടെ ഉപയോഗം, ഇതൊക്കെ നമ്മുടെ കരളിനെ ബാധിക്കും. കാരണം നമ്മുടെ ശരീരത്തിന്റെ രാസപ്രവർത്തനശാലയാണ് കരൾ എന്ന് പറയുന്നത്. കരള് നമ്മുടെ ശരീരത്തിൽ എന്ത് വിഷവസ്തു കയറിയാലും അതാദ്യം പ്രതിരോധിക്കുന്നത് കരളാണ്. ആ കരൾ എന്ത് ചെയ്യും, ഇതിനെ പുറത്തു കളയാൻ വേണ്ടിയിട്ട് മാക്സിമം എഫോർട്ട് ഇടും. അപ്പോൾ അവിടെയുള്ള കോശങ്ങൾക്ക് ഡാമേജ് സംഭവിക്കും എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് രാസവസ്തുക്കളുടെ ഉപയോഗം, രാസമരുന്നുകളുടെ ഉപയോഗവും മദ്യപാനവും ഒക്കെ നമ്മുടെ കരളിനെ നശിപ്പിക്കും. അപ്പോഴാണ് അവിടെ ഒരു ഇൻഫ്ലമേഷൻ വരുന്നത്. ഇത് അലോപ്പതി കാഴ്ചപ്പാടിലൂടെയാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. എന്നാൽ അക്യുപഞ്ചറിലേക്ക് വരുമ്പോൾ, ഇങ്ങനൊരു അവസ്ഥയിൽ വരുമ്പോൾ നിങ്ങൾക്ക് വിശപ്പ് വളരെ കുറവായിരിക്കും. അന്നേരം ആ വിശപ്പും ക്ഷീണവും ഉള്ള ടൈമിന് തന്നെ നിങ്ങൾക്കൊരു അക്യുപഞ്ചറിസ്റ്റിനെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്ത് ആ വിശക്കുമ്പോൾ മാത്രം ഇഷ്ടപ്പെട്ട ആഹാരം കഴിച്ച് അതൊന്ന് റെസ്റ്റ് കൊടുക്കുക. വിശ്രമമുള്ളപ്പോൾ റെസ്റ്റ് കൊടുത്ത് അവരുടെ ആ നിർദ്ദേശപ്രകാരം നോക്കി കാണിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. എന്താണ് നിങ്ങൾക്ക് ശരീരത്തിൽ അസ്വസ്ഥതയുള്ളത്, ആ ഒരു അസ്വസ്ഥത 2 ആഴ്ച കൊണ്ടൊക്കെ ആ ഒരു വിശ്രമം കൊടുത്തുകൊണ്ട് മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ശരീരം തന്നെ, ശരീരത്തിന്റെ ഭാഷ, അതൊരു മനസ്സിലാക്കലാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വിശപ്പില്ല, ഭക്ഷണം കഴിക്കണ്ട, വിശപ്പില്ല, റെസ്റ്റ് വേണമെന്നുള്ളത്, അതൊരു ഹീലിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മുടെ വിശപ്പ് അവിടെ കട്ട് ചെയ്യും. അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് പോകുന്നത്. നേരെ മറിച്ച് മറ്റുള്ള ചികിത്സയിലാണെങ്കിൽ അസുഖം ബാധിച്ച് ആ മരുന്ന് കുറിച്ച് നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഇതിലാണെങ്കിൽ അക്യുപഞ്ചറിലാണെങ്കിൽ നന്നായിട്ട് വിശ്രമിക്കുക. ക്ഷീണം വരുമ്പോൾ വിശ്രമിക്കുക, വേണ്ടത് ഫുഡ് കഴിക്കേണ്ടി വരില്ല. അതുകൊണ്ട് വിശ്രമം കൊടുക്കണം, പൂർണ്ണമായിട്ടുള്ള വിശ്രമം വേണം. അത് കിടന്നിട്ട് തന്നെ എവിടെയും പോകാണ്ട് വിശ്രമിക്കുക. വിശപ്പുള്ളപ്പോൾ മാത്രം ആഹരിക്കുക. അത് ഇഷ്ടപ്പെട്ട രുചി, ആ വ്യക്തിക്ക് എന്താണോ ഇഷ്ടം ആ ഇഷ്ട രുചിയായിരിക്കും ഇതാക്കുന്നത്. നിങ്ങൾ പറയും അന്നേരം എണ്ണയുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ കൊടുക്കുമ്പോഴും നമുക്ക് മനസ്സിന് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മളത് വായിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടില്ല. ശരീരത്തിന് അറിയാൻ വേണ്ടുന്ന മാത്രമേ ശരീരം ആഹരിക്കാൻ വേണ്ടിയിട്ട് ആഹാരം സ്വീകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് ഛർദിയായിട്ട് പുറത്തേക്ക് പോകും. അങ്ങനെ ഉണ്ടെങ്കിൽ കൂടുതൽ നിർബന്ധിക്കാണ്ടിരിക്കുക.
നല്ല വിശ്രമം, ശരിയായ ഉറക്കം, 9 മണിക്ക് തന്നെ കിടന്ന് ഉറങ്ങുക. അതുപോലെ തന്നെ വിശ്രമം, വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാഹിക്കുമ്പോൾ മാത്രം കുടിച്ചുകൊണ്ട് ഒരു റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ശരീരത്തിൽ വന്നിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടും മാറി നല്ലൊരു ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഏറ്റവും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിവറിനെ ഡാമേജ് ആക്കുന്ന ഒരു ഇമോഷൻ കൂടിയുണ്ട് കോപം എന്നുള്ളത്. ദേഷ്യപ്പെടുക. നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം വെച്ച് പുലർത്തുന്നതോ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ലിവറിൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രമല്ല, ഇമോഷണലി നിങ്ങൾ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അതും ഹീൽ ചെയ്യുകയും വേണം. ഭക്ഷണം കഴിക്കുന്നത് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അതുപോലെ തന്നെ പൂർണ്ണ വിശ്രമവും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഹെപ്പറ്റൈറ്റിസിൻ്റെ ആ ഒരു രോഗലക്ഷണത്തിൽ നിന്ന് മാറി നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.